അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ മാങ്ങാട്ടോളം ഇന്നാണ് നമ്മുടെ നാടിനെ സമർപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാനും അതുപോലെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നേരിട്ട് കാണാനും അതിനൊക്കെ ഈ ആളുകളൊക്കെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തി ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു താരമായി മാറിയിട്ടുള്ള നമ്മുടെ മാങ്ങാട്ടുകുളത്തിൻ്റെ ഭംഗിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് കുറച്ചും കൂടി വെള്ളം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഇതിനെക്കാട്ടും കുറച്ചും കൂടി വെള്ളം തെളിഞ്ഞിട്ടുണ്ട്, കളറിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം സംഘാടകരായിട്ടുള്ള നാട്ടുകാർ ഇവിടെ ഒരുക്കുന്നുണ്ട്. അതുപോലെ ഇനി മന്ത്രീനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. 4 മണി 4:30 കൂടിയിട്ട് അദ്ദേഹം എത്തിച്ചേരും എന്നുള്ളൊരു അറിയിപ്പാണ് കിട്ടിയിരിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുൻപേ കാട് പിടിച്ച് കിടന്നിരുന്ന ഒരു കുളമാണ് നമ്മുടെ ഇത്രയും പ്രകൃതി ഭംഗിയോട് കൂടിയിട്ട് ഇണങ്ങിച്ചേരുന്ന രീതിയിൽ ഒരു സ്വിമ്മിംഗ് പൂളിന് കടപിടിക്കുന്ന രീതിയിൽ നമ്മളുടെ നാട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ അല്ലേ. എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ MD രാജേഷ് അവർ, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ VV ബാലചന്ദ്രൻ അവർ, ജലസേചനത്തിനും പൊതുജനങ്ങൾക്ക് കുളിക്കാനും മറ്റും ഏറെ ഉപകാരപ്രദമായ മങ്ങാട്ടുകുളം നവീകരണ പ്രവൃത്തിക്ക് അംഗീകാരം ലഭിക്കുവാൻ വേണ്ടി പ്രത്യേക താല്പര്യമെടുക്കുകയും ആവശ്യമായ എല്ലാ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത ബഹുമാനപ്പെട്ട തൃത്താല MLA-യും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ MD രാജേഷ് അവറുകളാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഏറെ ആദരവ്. ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനനായ പ്രസിഡന്റ് ശ്രീ VV ബാലചന്ദ്രൻ അവറുകളാണ്. ശ്രീ VV ബാലചന്ദ്രൻ അവറുകളെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലെ
ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഹയർ എഡ്യൂക്കേഷന്റെയും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഉദ്യോഗസ്ഥരുകൾ. അതുകൊണ്ട് തന്നെ ദീർഘമായി സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നീണ്ട നൂറ്റാണ്ടുകളുടെ ഒരാവശ്യമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് നല്ല സേഫ് സോണിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ പരിപാടിയുടെ റിപ്പോർട്ട് ആദ്യം വെച്ചോട്ടെ. അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ വി ബാലചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷാനിബ ടീച്ചർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ബിജു, വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ, പാടശേഖര സമിതിയുടെ സെക്രട്ടറി പി രാജൻ, പി പി അഷ്റഫ്, ബാബു നാസർ, ശ്രീമതി പ്രിയ തുടങ്ങി വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്ന് മാറിയത് അവിടെയുള്ള ആൾക്കാരെ പോയി കാണാം. അവിടെ കുറെ പേര് നിൽക്കുന്നുണ്ട്. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് 1 കോടി രൂപ അതിമനോഹരമായി സമയബന്ധിതമായി കാലതാമസമില്ലാതെ മാങ്ങാട്ടുകുളത്തിന് അവരും മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. ഉദ്ഘാടനമൊക്കെ നാട്ടുകാർ നേരത്തെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഇതിനിടയ്ക്കൊരു ദിവസം ഇവിടെ കാണാൻ വന്നിരുന്നു. അപ്പോ അനേകം ആളുകൾ കുളത്തിൽ കുത്തി മറിയാണ്. സന്തോഷമുള്ള കാഴ്ചയാണ്, വളരെ സന്തോഷമുള്ള കാഴ്ചയാണ്. മാങ്ങാട്ടുകുളം നേരത്തെ ഞാനിവിടെ വന്നിട്ടുണ്ട് കാണാൻ. അങ്ങനെയാണ് ഈ കുളം നിർമ്മിക്കാൻ പണം അനുവദിക്കണം എന്ന് തീരുമാനിച്ചത്. ഇവിടുത്തെ പൊതുപ്രവർത്തകരുടെ ആവശ്യപ്രകാരം കാണാൻ വന്നു. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ജലസ്രോതസ്സായിരുന്നു, തകർന്ന് കിടക്കുകയാണ്. കുറെ അധികം പൈസ വേണ്ടിവരും, പഞ്ചായത്ത് കുട്ടികൾ കൂടുന്നതല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അതിന് ബജറ്റിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചത്. വെറുതെ ഒരു കുളം ആഴം കൂട്ടി മാത്രമല്ല ചെയ്തത്. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ഇതൊരു മനോഹരമായ സ്ഥലമാക്കിയിട്ട് മാറ്റി, അതിഗംഭീരമാക്കിയിട്ട് മാറ്റി. അതുകൊണ്ടിപ്പോ ഈ മാങ്ങാട്ടുകുളം വൈറലാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലാണ്. പല ഭാഗത്ത് നിന്ന്, തൃത്താലയിൽ മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ഇവിടെ കുളിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. നമുക്ക് അതിലൊന്നും ആക്ഷേപമൊന്നുമില്ല. അതൊക്കെ പല കാര്യം തന്നെയാണ്. അപ്പൊ അത് ഇപ്പൊ എല്ലായിടത്തും പ്രചരണമായി. ഇപ്പൊ ഒരുപാട് പേര് വിളിക്കുകയാണ് കൂടുതൽ കുളം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതുപോലെ ഇനി വലിയ 2 കുളം കൂടി വരാനുണ്ട്. ഒന്ന് ഉദ്ഘാടനമായി, പണി കഴിഞ്ഞു. അത് കപ്പൂർ പഞ്ചായത്തിലെ ചിറക്കുളമാണ്. 2021 ഇലക്ഷൻ നിൽക്കുമ്പോൾ മാർച്ച് 22 ലോക ജലദിനമാണ്. അന്ന് ലോക ജലദിനത്തിന് പ്രചരണം തുടങ്ങിയത് ഈ കപ്പൂർ പഞ്ചായത്തിലെ ചിറക്കുളത്തു നിന്നാണ്. അന്ന് പറഞ്ഞിരുന്നു അതും ഇതുപോലെ തകർന്ന് അനാഥമായിട്ട് കിടക്കുകയാണ്. അന്ന് അവിടെ നിന്ന് പറഞ്ഞതാണ് ജയിച്ചാൽ ഈ ചിറക്കുളം ആധുനികമാക്കും, നവീകരിക്കും എന്ന്. അതിന്റെ പണി ഇപ്പൊ അവസാന ഘട്ടത്തിലാണ്. 2 ആഴ്ച കൂടി കാര്യമുള്ളൂ. അത് കഴിഞ്ഞാൽ ചിറക്കുളം ഉദ്ഘാടനം ചെയ്യും. അതിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം വരാം എന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 75 ലക്ഷം രൂപ, 84 ലക്ഷമാണ് ചിറക്കുളത്തിന്, 7 ലക്ഷമാണ് ചെലവഴിച്ചത് അത് നവീകരിക്കാൻ. ഇവിടെ തന്നെയല്ലേ പാപ്പിക്കുളങ്ങള്, കുറെ കുളങ്ങളുണ്ട്, നവീകരിച്ചു. ഇപ്പൊ 107 പുതിയ കുളം നവീകരിച്ച് 64 കുളം, 171 വരും ദിവസങ്ങളിൽ നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന നമ്മുടെ മാങ്ങാട്ടുകുളം നമ്മുടെ നാടിന് സമർപ്പിക്കാനായിട്ട് നമ്മുടെ മന്ത്രി തിരശ്ശീല നീക്കി നമ്മളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളുടെ മാങ്ങാട്ടുകുളം നാടിനെ സമർപ്പിച്ചു. വളരെ കാലത്തെ വലിയൊരു ആഗ്രഹമാണ് ഇപ്പോൾ നമ്മളുടെ മന്ത്രി നമ്മളുടെ ആഗ്രഹം നിറവേറ്റി തന്നിരിക്കുന്നത്. കുളം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഇവിടെ വന്നു പോകുന്ന ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമാണെന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളുടെ നാട്ടുകാരുടെ എല്ലാ ആളുകളുടെയും സന്തോഷവും കണ്ടില്ലേ.
ഒരു ആവേശമാണ്. കാരണം ഇതുപോലൊരു കുളം ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും. എന്തായാലും നന്ദി മാത്രമല്ല, നല്ല പാലട പായസവും കുടിച്ച് നല്ലൊരു മധുരം കൂടി കുടിച്ച് നമ്മുടെ നാട്ടിലെ ഉദ്ഘാടനം സന്തോഷത്തോടുകൂടി ആഘോഷിക്കുകയാണ്. അതോടൊപ്പം നമ്മളുടെ കുളത്തിൻ്റെ കോൺട്രാക്ടർ, അതായത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അത്രയും കുറവ് സമയത്തിനുള്ളിൽ ഇത് തീർത്തെടുത്തതിന് നാട് നൽകിയ ഉപഹാരമാണ് ഇപ്പോൾ മന്ത്രി അങ്ങേക്ക് നൽകിയിരിക്കുന്നത്. പരിപാടി വരെ അവസാനിക്കുകയാണ്. ഈ പരിപാടിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇപ്പൊ വൈറലാവായിട്ടില്ല കേട്ടോ. ഒങ്ങനല്ലല്ലോ ദൈവേ, എവിടെ അതാ പൊന്തി. വീട്ടിൽ